രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്ന ഗവർണറുടെ റിപ്പോർട്ടും കേന്ദ്ര സർക്കാർ ശുപാർശയും പരിഗണിച്ചാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. നാളെ ഹരീഷ് റാവത്ത് സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കാനിരിക്കെയാണ് നടപടി. കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി ചേർന്ന അടിയന്തര കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാൻ തീരുമാനമെടുത്തത്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ കണ്ട് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചു. തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ഗവർണർ കെ പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്നും ഭരണപ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭരണകക്ഷിയായ കോൺഗ്രസിൽ നിന്നും 9 MLA-മാർ വിമത ശബ്ദമുയർത്തി BJP-ക്കൊപ്പം ചേർന്നതോടെയാണ് ഉത്തരാഖണ്ഡിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത്. കൂറുമാറിയ 9 MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കിയതിനാൽ നാളെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത്. അതിനിടെ വിശ്വാസ വോട്ടെടുപ്പിൽ പിന്തുണയ്ക്കാൻ ഹരീഷ് റാവത്ത് MLA-മാർക്ക് പണം വാഗ്ദാനം ചെയ്യുന്നതിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നതും കോൺഗ്രസിന് തിരിച്ചടിയായി. ദൃശ്യങ്ങൾ വ്യാജമല്ലെന്ന് ഗവർണർ നൽകിയ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കുതിരക്കച്ചവടത്തിലൂടെ അട്ടിമറിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പണവും ഭരണസ്വാധീനവും ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് ഹരീഷ് റാവത്ത് പ്രതികരിച്ചു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ VM സുധീരൻ പകപോക്കുന്നുവെന്ന് ആരോപിച്ച് ഹൈക്കമാൻഡിന് പരാതി പ്രവാഹം. ഉറച്ച സിറ്റിംഗ് സീറ്റുകളിൽ പോലും ഒന്നിലധികം പേരുകൾ നിർദ്ദേശിച്ച് സുധീരൻ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുവെന്ന് ആക്ഷേപമുന്നയിച്ച് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഹൈക്കമാൻഡിന് കത്തയച്ചു. സുധീരൻ സ്ഥാനാർത്ഥി പട്ടിക ചോർത്തിയെന്ന് AI ഗ്രൂപ്പുകൾ ആരോപണം ഉന്നയിച്ചു. VM സുധീറിനെതിരെ സംയുക്തമായി നീങ്ങാൻ AI ഗ്രൂപ്പുകൾ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സുധീറിനെതിരെ പരാതി പ്രവാഹമുണ്ടായിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ മുതൽ സീറ്റ് മോഹികൾ വരെയുള്ളവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കരട് സ്ഥാനാർത്ഥി പട്ടിക മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകി. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ പോലും ഒന്നിലധികം പേരുകൾ കൂട്ടിച്ചേർത്ത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഇങ്ങനെ പോകുന്നു സുധീറിനെതിരായ പരാതിയുടെ ഉള്ളടക്കം. തൃക്കാക്കര മണ്ഡലത്തിൽ ബെന്നി ബെഹന്നാന്റെ പേരിന് പുറമെ PT തോമസിന്റെ പേരും സുധീരൻ നിർദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അടൂർ പ്രകാശ്, K. ബാബു, KC ജോസഫ് എന്നിവർക്ക് യാതൊരു കാരണവശാലും സീറ്റ് നൽകരുതെന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സുധീരൻ ആവശ്യപ്പെടാൻ പോകുന്നത്. സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മത്സര രംഗത്ത് നിന്ന് മാറി നിന്ന് സമ്മർദ്ദമുണ്ടാക്കണമെന്ന വാദം A ഗ്രൂപ്പിലെ ചില തീവ്രവാദികൾ ഉയർത്തുന്നുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് പുതിയതായി 4 പേർ വരുന്നത് AI ഗ്രൂപ്പുകളുടെ വിലപേശൽ ശക്തി കൂട്ടുമെങ്കിലും സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സമിതി അംഗം അജയ് മാക്കൻ എന്നിവരുടെ നിലപാടുകൾ നിർണായകമാകും. 11-അംഗ സ്ക്രീനിംഗ് കമ്മിറ്റിയിലും പേരുകളുടെ കാര്യത്തിൽ ധാരണയായില്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയാവും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ദില്ലി ചർച്ചയിൽ സുധീരൻ കടുംപിടുത്തം പിടിച്ചാൽ പല മുതിർന്ന നേതാക്കളും പട്ടികയ്ക്ക് പുറത്താവും. ഇത് മുൻകൂട്ടി കണ്ടാണ് സുധീരനെതിരെ പരാതിയുമായി ഗ്രൂപ്പുകൾ രംഗത്തെത്തിയത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ശ്രീശാന്തിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതിൽ BJP സംസ്ഥാന ഘടകത്തിൽ അതൃപ്തി. സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം പരിഗണിക്കാതെ കേന്ദ്രം ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ സംസ്ഥാന നേതാക്കളിലേറെ പേരും അമർഷത്തിലാണ്. തിരുവനന്തപുരത്തെ വിജയസാധ്യത ഇല്ലാതാക്കുന്നതാണ് കേന്ദ്ര തീരുമാനമെന്നും മണ്ഡലത്തിലെ പ്രാദേശിക ഘടകങ്ങളുടെ വികാരം മനസ്സിലാക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. നടൻ സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനായിരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പദ്ധതി. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും സുരേഷ് ഗോപി മത്സരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ആരെയെങ്കിലുമാണ് മണ്ഡലത്തിലേക്ക് പരിഗണിച്ചത്. എന്നാൽ കേന്ദ്ര നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് ശ്രീശാന്തിനെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. തങ്ങളുടെ അഭിപ്രായം പരിഗണിക്കാതെ ശ്രീശാന്തിനെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാക്കിയതിൽ BJP സംസ്ഥാന നേതൃത്വത്തിൽ അതൃപ്തി ശക്തമാണ്. ശ്രീശാന്തിന്റെ താരമൂല്യം മാത്രമാണ് കേന്ദ്രം പരിഗണിച്ചതെന്നും മണ്ഡലത്തിലെ പ്രാദേശിക ഘടകങ്ങളുടെ വികാരം മനസ്സിലാക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നുമാണ് സംസ്ഥാന നേതാക്കളിൽ പലരുടെയും അഭിപ്രായം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളായ JR പത്മകുമാർ, VV രാജേഷ്, MS കുമാർ, ജില്ലാ പ്രസിഡന്റ് S സുരേഷ് തുടങ്ങിയവരാരെങ്കിലുമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഉചിതരെന്നാണ് പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം. ശ്രീശാന്തിനെ തിരുവനന്തപുരത്ത് അടിച്ചേൽപ്പിച്ചതിനെതിരെ RSS പ്രാദേശിക നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളിലേറെയും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരായതും എതിർപ്പിന് ആക്കം കൂട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM INL ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റുകൾ സംബന്ധിച്ച് ധാരണയായി. ധാരണയനുസരിച്ച് INL 3 സീറ്റുകളിൽ മത്സരിക്കും. കോഴിക്കോട് സൗത്ത്, വള്ളിക്കുന്ന്, കാസർഗോഡ് എന്നീ സീറ്റുകളിലാണ് INL ജനവിധി തേടുക.
കൂത്തുപറമ്പിനും വേങ്ങരയ്ക്കും പകരമായാണ് വള്ളിക്കുന്നും കോഴിക്കോട് സൗത്തും INL-ന് വിട്ടു നൽകിയത്. തീരുമാനം തൃപ്തികരമാണെന്ന് INL ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബ് പറഞ്ഞു. 3 സീറ്റുകളിൽ തന്നെയാണ് ഇത്തവണയും INL മത്സരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കാസർഗോഡ് അസംബ്ലി സീറ്റ്, കോഴിക്കോട് സൗത്ത്, മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് അസംബ്ലി മണ്ഡലം, ഈ 3 സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അവശേഷിക്കുന്ന 4-ൽ 3 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. ലീഗിന്റെ ഗുരുവായൂർ, കുറ്റ്യാടി സീറ്റുകളിലേക്കും കുന്നമംഗലത്തിനു പകരം ലഭിച്ച ബാലുശ്ശേരിയിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. ഗുരുവായൂർ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലിയും കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയും ബാലുശ്ശേരിയിൽ UC രാമനും മത്സരിക്കും. ലീഗിനു നൽകുന്ന 24 സീറ്റിൽ 20 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. RSPക്ക് വിട്ടു നൽകുന്ന ഇരവിപുരത്തിനു പകരം ലീഗിനു നൽകുന്ന സീറ്റ് സംബന്ധിച്ച് UDF-ൽ ധാരണയായിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ. കഴിഞ്ഞ വർഷം മാത്രം ആത്മഹത്യ ചെയ്തത് 505 കർഷകർ. തൃശൂരിൽ മാത്രം ആത്മഹത്യ ചെയ്തത് 122 പേരാണ്. സംസ്ഥാനത്ത് ഇന്നലെയും 2 കർഷകർ ആത്മഹത്യ ചെയ്തു. 2011-2016 കാലയളവിൽ 66 കർഷകർ ആത്മഹത്യ ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് 500-ലധികം പേർ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇടുക്കി പൂപ്പാറയിൽ കർഷകൻ സ്വയം ചിതയൊരുക്കി ജീവനൊടുക്കിയതും തിരുവനന്തപുരം മലയൻകീഴിൽ ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്നുള്ള കർഷക ആത്മഹത്യയുമാണുണ്ടായത്. 2006-ൽ 224 കർഷകർ ആത്മഹത്യ ചെയ്തുവെങ്കിൽ 2010 ആയപ്പോഴേക്കും കർഷക ആത്മഹത്യ ഇല്ലാതാക്കാൻ LDF സർക്കാരിനായി. എന്നാൽ തുടർന്നുള്ള ഓരോ വർഷവും കർഷകാത്മഹത്യ വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക നയം മൂലം ഇടത്തരം ദരിദ്ര കർഷകർ കൂടുതൽ കടക്കണയിൽ ആയിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2013-2014-ൽ കാർഷിക അഭിവൃദ്ധിക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടിൽ 252 കോടി രൂപയാണ് UDF സർക്കാർ ചെലവഴിക്കാതെ ലാപ്സാക്കിയത്. കൃഷിനാശവും കാർഷിക വിളകളുടെ വിലക്കുറവും കടക്കണിയും കോർപ്പറേറ്റ്വൽക്കരണവും കർഷകരെ ദുരിതത്തിലാക്കുമ്പോൾ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ സർക്കാരോ കൃഷിവകുപ്പോ തയ്യാറാകാത്തത് കർഷക ആത്മഹത്യയ്ക്ക് കാരണമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ഞണ്ടൂർകോണത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് LDF പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. LDF സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിക്കാൻ അനുവദിക്കില്ലെന്ന RSS പ്രവർത്തകരുടെ ഭീഷണി. കാട്ടായിക്കോണം സംഭവത്തിനു ശേഷം മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത. ഞാണ്ടൂർകോണം ജംഗ്ഷനിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ RSS പ്രവർത്തകർ സംഘടിതമായി ആക്രമിച്ചത്. ആക്രമണത്തിൽ 3 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഞാണ്ടൂർകോണം ജംഗ്ഷനിൽ LDF സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് വെക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം. പട്ടികജാതിക്കാരായ പ്രവർത്തകരെ ജാതിപ്പേര് വിളിച്ചതായും പരാതിയുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ RSS നേതാവ് ദിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടന്നത്. പെലയന്മാർ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്താൻ പറ്റൂല, ഇവിടെ വളർത്തൂല, ഇന്ത്യയൊക്കെ കയ്യും കാലും അടിച്ചൊടിക്കും എന്നുള്ള രീതിയിലാണ് ദിനു പറഞ്ഞത്. അവനെ കൊണ്ട് അവിടെ ഞാണ്ടൂർകോണത്ത് ജീവിക്കാനേ വയ്യ. കാര്യം നിരന്തരം ഈ ഒരു പത്രസമ്മേളനം നടത്തി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അവനായിരിക്കും. ഈ കാട്ടായിക്കോണം മേഖലയിലെ പ്രശ്നത്തിലാണ് ഇപ്പം നമ്മളെ നിരന്തരം ഇവർ ശല്യപ്പെടുത്തി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രകോപനവും ഇല്ലാതെ അവിടെ ഒരു രാഷ്ട്രീയ സംഘർഷവും അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇവർ നിരന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരെ അടിക്കുന്നത്. കാട്ടായിക്കോണം സംഘർഷത്തിനു ശേഷം CPIM പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് പ്രകോപനം സൃഷ്ടിക്കാൻ RSS പ്രവർത്തകർ ശ്രമിക്കുന്നതായി ആക്ഷേപമുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വം മൂലം വീണ്ടും മേഖലയിൽ രാഷ്ട്രീയ സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. S. ജീവൻകുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ പ്രകാശ് എസ്റ്റേറ്റിൽ നിന്നും ഭൂമി വാങ്ങി വഞ്ചിതരായ 200-ലേറെ കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാരും വഞ്ചിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലക്കാരനായ തോട്ടമുടമയാണ് പ്ലാന്റേഷൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഭൂമി വിൽപ്പന നടത്തി കർഷകരെ വഞ്ചിച്ചത്. ഇവർക്ക് ഭൂനികുതി അടയ്ക്കാനുള്ള അവകാശം പുനഃസ്ഥാപിച്ച് സർക്കാർ ഉത്തരവായെങ്കിലും കർഷകർക്ക് രസീതിന് കടലാസ് വില പോലുമില്ല. എസ്റ്റേറ്റ് ഉടമയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വഞ്ചിതരായ കർഷകർ ആരോപിക്കുന്നു. കേരള ഭൂപരിഷ്കരണ നിയമങ്ങളുടെയും പ്ലാന്റേഷൻ ആക്ടിന്റെയും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കോട്ടയം ആസ്ഥാനമായുള്ള പ്രകാശ് പ്ലാന്റേഷൻസ് ഉടമസ്ഥതയിലുള്ള കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ റബ്ബർ തോട്ടം തുണ്ടുകളാക്കി 205ഓളം കുടുംബങ്ങൾക്ക് വിറ്റതിനെ തുടർന്നാണ് പ്രതിസന്ധിക്ക് തുടക്കം. ഇങ്ങനെ ഭൂമി വിറ്റതിനെതിരെ ബളാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്ന് ഭൂമി വാങ്ങിയ 205 കുടുംബങ്ങളുടെ ഭൂനികുതി സ്വീകരിക്കുന്നത് കാസർഗോഡ് ജില്ലാ കലക്ടർ തടയുകയായിരുന്നു.
പ്ലാന്റേഷൻ നിയമങ്ങൾ സംബന്ധിച്ച് അറിവില്ലാത്ത സാധാരണക്കാരായ കർഷക കുടുംബങ്ങളാണ് ഇതോടെ വഞ്ചിതരായത്. ഇവരുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനോ ബാങ്കുകളിൽ നിന്ന് വായ്പ വാങ്ങുന്നതിനോ സാധിക്കാതെയായി. പ്രശ്നപരിഹാരം എന്ന നിലയിൽ വ്യവസ്ഥയോടുകൂടി നികുതി അടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടുവെങ്കിലും ഈ നികുതി റെസിപ്റ്റ് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ചതിയിൽപ്പെട്ട കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. നികുതി അടച്ച് സർക്കാരിലേക്ക് കുറച്ച് പണം കിട്ടി എന്നുള്ളതല്ലാതെ നികുതി റെസിപ്റ്റ് കൊണ്ടുള്ള യാതൊരു ഉപകാരവും നടക്കില്ല. നിലവിലുള്ള ലോൺ പുതുക്കാനോ പുതിയ ലോൺ ലഭിക്കാനോ ഞങ്ങൾക്ക് ഈ നികുതി റെസിപ്റ്റ് ഞങ്ങൾക്ക് ഉപയോഗിക്കില്ല. ജില്ലാ കളക്ടർ ഇത് പറയുന്നത് പ്ലാന്റേഷൻ തരം മാറ്റിയതിന് ഒരു കാരണവശാലും പൊസിഷൻ തരാനാകില്ല എന്നും. പ്രകാശ് പ്ലാന്റേഷൻസിന് പട്ടയം ലഭിച്ച 275 ഏക്കർ ഭൂമിയിൽ നിന്ന് 236 ഏക്കർ ഭൂമി വിറ്റു എന്നാണ് മാനേജ്മെന്റിന്റെ അവകാശവാദം. എന്നാൽ 256.84 ഏക്കർ ഭൂമി വിറ്റതായാണ് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട്. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന 41 ഏക്കർ ഭൂമി പ്രകാശ് പ്ലാന്റേഷൻസിന് പട്ടയം ലഭ്യമാക്കുന്നതിന് അനുകൂല നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി കർഷകർ ആരോപിക്കുന്നു. 41 ഏക്കർ റവന്യൂ ഭൂമി പ്രകാശ് പ്ലാന്റേഷന്റെ മാനേജ്മെന്റിന് തന്നെ അനുകൂലമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലാന്റേഷൻ മുറിച്ചു വിറ്റതിന്റെ പേരിൽ അവർക്ക് 1 സെന്റ് സ്ഥലത്തിന് പോലും അവകാശമില്ലെന്നാണ് ഞങ്ങൾ വാദിച്ചിരിക്കുന്നത്. ഭൂമി വാങ്ങി വഞ്ചിതരായ കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാർത്തകളിലേക്ക്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മരണപ്പെട്ട ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CRPF കമാൻഡന്റ് സഞ്ജയ് ശർമ്മ ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് എത്തിച്ച മൃതദേഹം എംബാം ചെയ്യുകയോ പൂർണ്ണമായ രീതിയിൽ മൃതദേഹത്തിൽ വസ്ത്രം ധരിപ്പിക്കുകയോ ചെയ്തില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഉത്തരവ്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മരണപ്പെട്ട ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CRPF കമാൻഡന്റ് സഞ്ജയ് ശർമ്മ ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം ഹരിപ്പാടെത്തിച്ച മൃതദേഹം എംബാം ചെയ്യുകയോ പൂർണ്ണമായ രീതിയിൽ മൃതദേഹത്തിൽ വസ്ത്രം ധരിപ്പിക്കുകയോ ചെയ്തില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായതുമില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്ര റിപ്പോർട്ട് കളക്ടർ ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. നേരത്തെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ജില്ലാ കളക്ടർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് ബന്ധുക്കൾ ഏറ്റെടുത്തു. മരണപ്പെട്ട ജവാൻ അനിൽ പഠിച്ചിരുന്ന സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കണ്ണൂർ സ്ഫോടനത്തിൽ ദുരൂഹതയേറുന്നു. ഭരണസ്വാധീനം ഉപയോഗിച്ച് പ്രതി അനൂപ് മാലിക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി ആരോപണമുയർന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:20ഓടെയാണ് കണ്ണൂർ പൊടിക്കൊണ്ട് രാജേന്ദ്രനഗർ കോളനിക്കടുത്ത് ഇരുനില കോൺക്രീറ്റ് വീട് സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നത്. ദുരൂഹ സാഹചര്യത്തിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ 14 വയസ്സുകാരി ഹിബ ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഫോടനത്തിൽ 2 വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. 17 വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അനു മാലിക് എന്നയാൾ 2 വർഷം മുൻപാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. 2014 എളമ്പിലാൻ പാറയിൽ വിജനമായ സ്ഥലത്ത് നിയമവിരുദ്ധമായി വെടിമരുന്ന് തയ്യാറാക്കുമ്പോൾ സ്ഫോടനം നടന്നിരുന്നു. അരയാക്കണ്ടിപ്പാറയിൽ നിന്നും മുൻപ് പോലീസ് വൻ സ്ഫോടക ശേഖരം പിടികൂടിയിരുന്നു. ഈ 2 സംഭവത്തിലും പോലീസ് കസ്റ്റഡിയിലെടുത്ത അനു മാലിക് ഭരണകക്ഷി നേതാവിന്റെ സ്വാധീനത്തിലാണ് നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന ആരോപണവും ഉയരുകയാണ്. മുമ്പ് നടന്ന സ്ഫോടനങ്ങളും വെടിമരുന്ന് കണ്ടെത്തിയ സംഭവവും അതിന്മേൽ കർശനമായ നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പൊടിക്കൊണ്ട് സ്ഫോടനം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് അനുമാലിക്കിനെ രക്ഷിച്ചത് ഭരണകക്ഷിയാണ്. കോൺഗ്രസുമായുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധമാണ്. അതേസമയം സ്ഫോടനം നടന്ന സ്ഥലം പരിശോധിച്ച ഫോറൻസിക് ഉദ്യോഗസ്ഥർ പൊട്ടാസ്യം ക്ലോറേറ്റിന്റെ സാന്നിധ്യമുള്ളതായി സംശയം പ്രകടിപ്പിച്ചതും ദുരൂഹതയുണർത്തുകയാണ്. ഉത്സവകാലമായതിനാൽ പടക്ക നിർമ്മാണത്തിന്റെ പേരിൽ കടത്തുന്ന വെടിമരുന്നുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കലക്ടർ ബാലകിരണും അറിയിച്ചു. തീർച്ചയായിട്ടും ഇത് മുഴുവൻ റെയ്ഡുകളൊക്കെ നടത്തിക്കൊണ്ട് എവിടെയാണെങ്കിൽ ഇതുപോലെ സംഭവം ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഞങ്ങൾ പിടിക്കപ്പെടും. എവിടെ നിന്നുമാണ് ഈ മരുന്നൊക്കെ വാങ്ങുന്നത് അതും കൂടി ഞങ്ങൾ പ്രത്യേക ഒരു ശ്രദ്ധയിലാണ്. പലതവണ നിയമപാലകരിൽ സ്വാധീനം ചെലുത്തിയും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്ത അനു മാലിക്കിന് ഇനിയെങ്കിലും അർഹമായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ നാടിനെ അത് ഒരു ദുരന്ത മുഖത്തേക്കാവും നയിക്കുക. കണ്ണൂരിൽ നിന്നും PV ജോഷില. പത്താൻകോട്ട് ഭീകരാക്രമണം അന്വേഷിക്കുന്ന പാക് സംഘം ഇന്ത്യയിലെത്തി. ISI ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട 5-അംഗ സംഘം ചൊവ്വാഴ്ച പത്താൻകോട്ട് സൈനിക താവളം സന്ദർശിക്കും. അന്വേഷണ സംഘത്തിൽ നിന്ന് ഇന്ത്യ അന്വേഷണ പുരോഗതി വിലയിരുത്തും. ISI ഉദ്യോഗസ്ഥരുൾപ്പെട്ട 5-അംഗ അന്വേഷണ സംഘം രാവിലെ 11:30 ദില്ലിയിലെത്തി. ചരിത്രത്തിലാദ്യമായാണ് ഭീകരാക്രമണത്തിന്റെ തെളിവുകൾ ശേഖരിക്കാൻ പാക് അന്വേഷണ സംഘം ഇന്ത്യയിലെത്തുന്നത്.
പഞ്ചാബ് പ്രവിശ്യ തീവ്രവാദ വിരുദ്ധ തലവൻ മുഹമ്മദ് താഹിർ, പാക് ഇന്റലിജൻസ് ഡെപ്യൂട്ടി ജനറൽ മുഹമ്മദ് അസീം, ISI ഉദ്യോഗസ്ഥൻ തൻവീർ അഹമ്മദ്, പാക് ആർമി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായ ഇർഫാൻ മിശ്ര, സാഹിദ് തൻവീർ എന്നിവരാണ് സംഘത്തിലുള്ളത്. NIA ഉദ്യോഗസ്ഥരുമായി പാക് അന്വേഷണ സംഘം നാളെ കൂടിക്കാഴ്ച നടത്തും. പഠാൻകോട്ട് ഭീകരാക്രമണത്തിന് പിന്നിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പങ്ക് വ്യക്തമാക്കുന്ന 90 മിനിറ്റ് വീഡിയോയും പാക് അന്വേഷണ സംഘം മുമ്പാകെ പ്രദർശിപ്പിക്കും. തുടർന്ന് BSFന്റെ പ്രത്യേക വിമാനത്തിൽ ചൊവ്വാഴ്ച അന്വേഷണ സംഘം പഠാൻകോട്ട് സൈനിക താവളത്തിന് സമീപത്തെത്തി തെളിവുകൾ ശേഖരിക്കും. നിരോധിത മേഖലയിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് പാക് അന്വേഷണ സംഘത്തിന് വിലക്കുണ്ട്. ബുധനാഴ്ച ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പാക് അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തും. നിലവിലെ അന്വേഷണ പുരോഗതിയുടെ വിലയിരുത്തലും ഇന്ത്യ ചോദിച്ചറിയും. ഗുരുദാസ്പൂർ SP-യുടെ മൊഴിയിൽ നിന്ന് ലഭിച്ചതടക്കമുള്ള കൂടുതൽ തെളിവുകളും ഇന്ത്യ പാക് അന്വേഷണ സംഘത്തിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ആത്മസമർപ്പണത്തിന്റെ 50 ദിവസത്തെ നോമ്പുകാലത്തിന് കൂടിയാണ് ഇന്ന് വിരാമമാകുന്നത്. യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഠാനുഭവത്തെ തുടർന്ന് കുരിശേറിയ യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മദിനമാണ് ഈസ്റ്റർ. ലോക മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് യേശു തിരുമുറിവുകൾ ഏറ്റുവാങ്ങി നിത്യജീവനിലേക്കുള്ള വഴി അവർക്ക് തുറന്നുകൊടുത്തത്. ആ വിശ്വാസം പുതുക്കുന്നതിനായിട്ടാണ് ക്രൈസ്തവർ ഈസ്റ്ററും അതിനു മുന്നോടിയായുള്ള 50 നോമ്പാചരണവും വിശുദ്ധവാരവുമൊക്കെ വർഷം തോറും ആചരിക്കുന്നത്. നീണ്ട നാളത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ അവസാനത്തിൽ വിശ്വാസികൾക്ക് പ്രത്യാശയുടെ പ്രകാശം പകർന്നുകൊടുത്തുകൊണ്ടാണ് ഓരോ ഈസ്റ്റർ ദിനവും സമാഗതമാകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ ഈ ദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആത്മീയാവേശത്തോടെ ആഘോഷിക്കുന്നു. ലോകം ഉയർപ്പാഘോഷിക്കുമ്പോൾ വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകും. സംസ്ഥാനത്തും ഭക്തിനിർഭരമായാണ് വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ നടന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അത്യുത്തരമായിട്ട് ചൊല്ലുന്നു. പെസഹ തിരുത്തെളിക്കൽ, കുർബാന നവീകരണമടക്കം 4 ഘട്ടങ്ങളായാണ് തിരുക്കർമ്മങ്ങൾ നടന്നത്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികളാണ് പാതിരാ കുർബാനയിൽ പങ്കെടുത്തത്. മലീമസമായ ജീവിതത്തെ മുഴുവൻ മറന്ന് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുദേവനെ മനസ്സിൽ ധ്യാനിച്ച് പുതിയ മനുഷ്യരാകാനാണ് ഓരോ ഈസ്റ്റർ ദിനവും പറയുന്നത്.